എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതുമാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 54-ാമത്തെ അധ്യായം 10-ാമത്തെ വചനമാണ് വായിച്ചത്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നത് ദീർഘക്ഷമയും കരുണയും ഉള്ള കർത്താവ്. അപ്പോൾ നമ്മോട് കർത്താവിന് കരുണ തോന്നിയത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. നമ്മൾ പാപിയായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ തേടി വന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപ. പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രനെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നീതിമാനായിരുന്നവൻ, നിഷ്കളങ്കനായിരുന്നവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞതിലൂടെ ആ രക്തത്തിലൂടെ നമുക്ക് ദൈവമക്കളാകാനുള്ള അവസരം തന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭിക്ഷക്കാരനെ പോലെ. ആ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഭിക്ഷ കിട്ടി എന്ന് വിചാരിച്ച് കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുക, കൊട്ടാരത്തിനകത്തൊന്ന് കയറിയാലോ എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഈ രാജാവ് പറയാണ് ഇവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. കൊട്ടാരത്തിലേക്ക് ഈ ഭിക്ഷക്കാരനെ കൊണ്ടുവരുന്നതിന് പറയുമ്പോൾ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഇദ്ദേഹത്തെ പെട്ടെന്ന് കുളിപ്പിച്ച് കൊട്ടാരത്തിൽ കയറ്റത്തക്കോണം ശുദ്ധിയുള്ള വ്യക്തിയായി മാറ്റി നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് കൊട്ടാരത്തിനുള്ളിൽ കൊണ്ടുവന്നു. ആ രാജാവിൻ്റെ ഭോജനം കഴിച്ചു എന്ന് പറയുന്നത് പോലെ പാപികളായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെടുത്തി നമ്മെ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹാകരുണയാൽ, ദൈവത്തിൻ്റെ ദയയാൽ നമ്മെ തേടി വന്നു. ഓമനപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ ആ രക്തം ഉപയോഗിച്ച് നമ്മളെയും കഴുകി പാപത്തിൽ നിന്ന് എന്നേക്കുമായി കഴുകി ശുദ്ധീകരിച്ച് ദൈവമക്കളായി ആ ഭിക്ഷക്കാരനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവമക്കളും അവകാശികളുമാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് പർവ്വതമൊക്കെ മാറിപ്പോവും, കുന്നൊക്കെ നീങ്ങിപ്പോവും. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായ അംഗീകരിച്ച ഇങ്ങനെ ദൈവമക്കളായി തീർന്ന ഒരു വ്യക്തിയുടെ മേൽ നിന്നും ദൈവത്തിൻ്റെ ദയ വിട്ട് മാറത്തില്ല എന്ന് പറയണം. എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല. അതുമാത്രമല്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. സമാധാനം എപ്പോഴും
കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ സമാധാനം പറയും. യേശുവിൻ്റെ ജനനത്തിൽ ഇങ്ങനെ ദൂതന്മാർ പാടി, സർവ്വ ജനത്തിനുമുള്ള മഹാസന്തോഷം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ, പേടിച്ചു വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ സുവിശേഷം സമാധാനത്തിൻ്റെതാണ്. സമാധാനം ഇവിടെ പറയുകയാണ്, സമാധാനത്തിൻ്റെ നിയമം. എങ്ങനെയാണ് സമാധാന നിയമം ഉണ്ടായത്? ദൈവത്തോട് ശത്രുത്വം ഉണ്ടായിരുന്ന നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ കാൽവർ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ദൈവവുമായ ഒരു നിരപ്പിലേക്ക് കൊണ്ടുവന്നു. ദൈവവും നമ്മളും ദൈവത്തിന്, വിശുദ്ധനായ ദൈവത്തിന് പാപിയായ മനുഷ്യനോട് എപ്പോഴും യോജിക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിച്ച് നമ്മളെയും കഴുകി ശുദ്ധീകരിച്ച് നമ്മെ പിതാവിനോട്, എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായി യേശു ക്രിസ്തു പിതാവിൻ്റെ അരികിൽ ചെന്ന് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി, മധ്യസ്ഥനായി, ഒരു അഡ്വക്കേറ്റായി ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് തൻ്റെ രക്തം ഉപയോഗിച്ച് എന്നെയും നിങ്ങളെ ശുദ്ധീകരിച്ചു. ഇത് നമ്മൾ ദൈവമക്കളായി. അങ്ങനെ നമുക്കത് ഏത് സമയത്തും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ചെല്ലാൻ കഴിയും. ധൈര്യത്തോടെ ആ കൃപാസന മുൻപാകെ കടന്നു വരാൻ കഴിയും. എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലായാലും, ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിലായാലും കർത്താവ് കൂടുണ്ട്. കർത്താവിൻ്റെ ദയ മാറത്തില്ല. നിങ്ങളുടെ മേലുള്ള ദയ, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച വ്യക്തിയാണോ, നിങ്ങളുടെ മേൽ നിന്ന് കർത്താവിൻ്റെ ദയ മാറിപ്പോകത്തില്ല. അതുമാത്രമല്ല, കർത്താവിൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകത്തുമില്ല എന്ന് കരുണ തോന്നുന്ന കർത്താവ് അരുളിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് കൃപാസന മുൻപാകെ വരുന്നു. പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും കർത്താവിൻ്റെ ദയ ഞങ്ങളെ വിട്ടുമാറാതെ എന്നുള്ളതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദീർഘക്ഷമയ്ക്കായി സ്തോത്രം, ദയയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് പിതാവിനോട് പാപത്തിൽ ജീവിച്ച ഞങ്ങളെ പിതാവിനോട് ചേർന്ന് സമാധാനത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുകില്ല.